സ്വാഗതം ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്മാർട്ട് വിന്നർ യൂട്യൂബ് ചാനലിൻ്റെ PSC ബുള്ളറ്റിൻ ചോദ്യങ്ങളുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മഹാരാഷ്ട്രയിലെ പ്രസിദ്ധമായ ബുദ്ധമത കേന്ദ്രം ഏതാണ്? അമരാവതിയാണ് മഹാരാഷ്ട്രയിലെ പ്രസിദ്ധമായ ബുദ്ധമത കേന്ദ്രമാണ് അമരാവതി. അല്ലെങ്കിൽ പ്രസിദ്ധമായ ബുദ്ധമത കേന്ദ്രം അമരാവതി ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്രയിലാണ്. അതുപോലെ ബുദ്ധമതക്കാർ, ജൈനമതക്കാർ, പാഴ്സി മതക്കാർ ഇവർ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയിലാണ് ബുദ്ധമതക്കാർ, ജൈനമതക്കാർ, പാഴ്സി മതക്കാർ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മാക്ബത്ത് എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചതാരാണ്? ഷേക്സ്പിയറാണ്. മാക്ബത്ത് എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് ഷേക്സ്പിയറാണ്. അപ്പോൾ ഷേക്സ്പിയറിൻ്റെ വളരെ പ്രശസ്തമായ നാടകമാണ് മാക്ബത്ത്. അപ്പോൾ ഈ മാക്ബത്ത് എന്ന നാടകത്തിലെ ഒരു കഥാപാത്രമാണ് മാക്ബത്ത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. മലയാളി എന്ന രാഷ്ട്രീയ മാസിക തുടങ്ങിയത് ആരാണ്? സി കൃഷ്ണപിള്ളയാണ്. മലയാളി എന്ന രാഷ്ട്രീയ മാസിക തുടങ്ങിയത് സി കൃഷ്ണപിള്ള. അതുപോലെ മലയാളി സഭ രൂപവൽക്കരിച്ചതും ആര് തന്നെയാണ്? സി കൃഷ്ണപിള്ള തന്നെയാണ് മലയാളി സഭ രൂപവൽക്കരിച്ചത് സി കൃഷ്ണപിള്ള. മലയാള മനോരമ പത്രം പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷം ഏതാണ്? 1888 മലയാള മനോരമ പത്രം പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷമാണ് 1888. ആരാണ് പ്രസിദ്ധീകരണം ആരംഭിച്ചത്? കണ്ടത്തിൽ വർഗീസ് മാപ്പിള. പ്രശസ്ത കവി അലക്സാണ്ടർ പുഷ്കിൻ ജനിച്ച രാജ്യമേത്? റഷ്യയാണ്. പ്രശസ്ത കവി അലക്സാണ്ടർ പുഷ്കിൻ ജനിച്ച രാജ്യമാണ് റഷ്യ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. അഴിമതി ആരോപണത്തെ തുടർന്ന് രാജിവെക്കേണ്ടി വന്ന അമേരിക്കൻ പ്രസിഡന്റ് ആരാണ്? റിച്ചാർഡ് നിക്സൺ ആണ്. അഴിമതി ആരോപണത്തെ തുടർന്ന് രാജിവെക്കേണ്ടി വന്ന അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ. അപ്പോൾ ഏതാണ് ആ അഴിമതി ആരോപണം? വാട്ടർ ഗേറ്റ് വിവാദത്തെ തുടർന്ന് രാജിവെച്ച അമേരിക്കൻ പ്രസിഡന്റാണ് റിച്ചാർഡ് നിക്സൺ. വാട്ടർ ഗേറ്റ് വിവാദം. അപ്പോൾ വാട്ടർ ഗേറ്റ് സംഭവവുമായി ബന്ധപ്പെട്ട രാജ്യം ഏതാണ്? അങ്ങനെയും ചോദ്യം വരാം. അമേരിക്കയാണ്. വാട്ടർ ഗേറ്റ് സംഭവവുമായി ബന്ധപ്പെട്ട രാജ്യം അമേരിക്ക. ബാഹ്മിനി സാമ്രാജ്യം സ്ഥാപകൻ ആരാണ്? അലാവുദ്ദീൻ ബഹ്മൻ ഷായാണ്. ബാഹ്മിനി സാമ്രാജ്യ സ്ഥാപകനാണ് അലാവുദ്ദീൻ ബഹ്മൻ ഷാ. ബാഹ്മിനി സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം എവിടെയായിരുന്നു? ഗുൽബർഗയായിരുന്നു. ബാഹ്മിനി സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു ഗുൽബർഗ. അലാവുദ്ദീൻ ബഹ്മൻ ഷാ ഗുൽബർഗയെ പുനർനാമകരണം ചെയ്തത് ഏതു പേരിലായിരുന്നു? അഹ്സനാബാദ് എന്നായിരുന്നു. അലാവുദ്ദീൻ ബഹ്മൻ ഷാ ഗുൽബർഗയെ പുനർനാമകരണം ചെയ്തത് അഹ്സനാബാദ് എന്നായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. അലക്സാണ്ടറുടെ ഇന്ത്യൻ ആക്രമണകാലത്തെ തക്ഷശില ഭരണാധികാരി ആരായിരുന്നു? അംഭി ആയിരുന്നു. അലക്സാണ്ടറുടെ ഇന്ത്യൻ ആക്രമണകാലത്തെ തക്ഷശില ഭരണാധികാരി അംഭി. മലയാളി മെമ്മോറിയൽ ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കപ്പെട്ട വർഷം ഏത്? 1891 മലയാളി മെമ്മോറിയൽ ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ചത്. 1891 ജാനുവരി 1. ആരുടെ നേതൃത്വത്തിലായിരുന്നു മലയാളി മെമ്മോറിയൽ? GP പിള്ളയുടെ നേതൃത്വത്തിലായിരുന്നു. എത്ര പേരാണ് മലയാളി മെമ്മോറിയലിൽ ഒപ്പിട്ടത്? 128 പേർ. അതായത് 1028 പേരായിരുന്നു മലയാളി മെമ്മോറിയലിൽ ഒപ്പുവെച്ചത്. അതുപോലെ ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷം ഏത്? 1896. അതായത് മലയാളി മെമ്മോറിയൽ കൊടുത്തിട്ട് 5 വർഷം കഴിഞ്ഞപ്പോഴാണ് ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെടുന്നത്. 1896 ആർക്ക് തന്നെയായിരുന്നു സമർപ്പിച്ചത്? ശ്രീമൂലം തിരുനാളിന് തന്നെയായിരുന്നു ഈഴവ മെമ്മോറിയലും സമർപ്പിക്കപ്പെട്ടത്. എന്നാൽ രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ച വർഷം ഏത്? 1900 രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത്. ആർക്കാണ് സമർപ്പിച്ചത്? കഴ്സൺ പ്രഭുവിനാണ് രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. മലയാളം അച്ചടിക്കാൻ കേരളത്തിൽ ആദ്യമായി പ്രസ് സ്ഥാപിച്ചത് എവിടെയാണ്? കോട്ടയത്താണ്. മലയാളം അച്ചടിക്കാൻ കേരളത്തിൽ ആദ്യമായിട്ട് പ്രസ് സ്ഥാപിച്ചത് കോട്ടയത്ത്. അപ്പോൾ നമുക്കറിയാം കേരളത്തിലെ ആദ്യത്തെ പ്രസ് ഏതാണ്? CMS പ്രസ് കോട്ടയമാണ്. കേരളത്തിലെ ആദ്യത്തെ പ്രസ്സാണ് CMS പ്രസ് കോട്ടയം. സ്ഥാപിതമായത് 1821. ആര് സ്ഥാപിച്ചു? ബെഞ്ചമിൻ ബെയ്ലി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. അവാമി ലീഗ് ഏത് രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടിയാണ്? ബംഗ്ലാദേശിലെ രാഷ്ട്രീയ പാർട്ടിയാണ് അവാമി ലീഗ്. ബംഗ്ലാദേശിലെ രാഷ്ട്രീയ പാർട്ടിയാണ്. നമുക്കറിയാം ഇപ്പോഴത്തെ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ആരാണ്? ഷെയ്ഖ് ഹസീന വാജദ് ആണ്. ഇപ്പോഴത്തെ ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയാണ് ഷെയ്ഖ് ഹസീന. അപ്പോൾ ഈ ഷെയ്ഖ് ഹസീനയുടെ രാഷ്ട്രീയ പാർട്ടിയാണ് അവാമി ലീഗ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. അക്ബർ ബൈറാം ഖാൻ്റെ റീജൻസി അവസാനിപ്പിച്ച വർഷം ഏത്? 1560 അക്ബർ ബൈറാം ഖാൻ്റെ റീജൻസി അവസാനിപ്പിച്ചത്. 1560
1556 രണ്ടാം പാനിപ്പട്ട് യുദ്ധം. ശേഷം 4 വർഷങ്ങൾക്ക് ശേഷം 1560 അക്ബർ ബൈറാം ഖാൻ്റെ റീജൻസി അവസാനിപ്പിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. മഹാരാഷ്ട്രയിലെ പ്രധാന ഉത്സവം ഏതാണ്? ഗണേശ ചതുർത്ഥിയാണ്. മഹാരാഷ്ട്രയിലെ പ്രധാന ഉത്സവമാണ് ഗണേശ ചതുർത്ഥി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യ ഇന്ത്യൻ പ്രസിഡന്റ് ആരാണ്? APJ അബ്ദുൽ കലാമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യ ഇന്ത്യൻ പ്രസിഡന്റ് APJ അബ്ദുൽ കലാമാണ്. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യ ഇന്ത്യൻ പ്രസിഡന്റ് ആരാണ്? KR നാരായണനാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യ ഇന്ത്യൻ പ്രസിഡന്റ് KR നാരായണൻ. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യം APJ അബ്ദുൽ കലാമും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യം KR നാരായണനും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. അഹമ്മദാബാദ് നഗരത്തിൻ്റെ പഴയ പേരെന്ത്? കർണാവതി എന്നതാണ്. അഹമ്മദാബാദ് നഗരത്തിൻ്റെ പഴയ പേരാണ് കർണാവതി. ഈ അഹമ്മദാബാദ് നഗരം ഏത് നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നു? സബർമതി നദീതീരത്താണ് അഹമ്മദാബാദ് നഗരം സ്ഥിതി ചെയ്യുന്നത്. സബർമതി നദീതീരത്ത്. സുൽത്താൻ മഹമ്മൂദ് ഗസ്നിയുടെ ആസ്ഥാന കവി ആരായിരുന്നു? ഫിർദൗസി ആയിരുന്നു. സുൽത്താൻ മഹമ്മൂദ് ഗസ്നിയുടെ ആസ്ഥാന കവിയായിരുന്നു ഫിർദൗസി. പേർഷ്യൻ ഹോമർ എന്നറിയപ്പെട്ടിരുന്നത് ആരായിരുന്നു? ഫിർദൗസിയാണ്. പേർഷ്യൻ ഹോമർ എന്നറിയപ്പെട്ടിരുന്നത് ഫിർദൗസി. അതുപോലെ പ്രശസ്തമായ ഷാനാമ എന്ന കൃതി രചിച്ചത് ആരാണ്? ഫിർദൗസിയാണ്. പ്രശസ്തമായ ഷാനാമ എന്ന കൃതിയുടെ കർത്താവ് ഫിർദൗസി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അഹമ്മദ് ഷാ അബ്ദാലി ഇന്ത്യ ആക്രമിച്ചപ്പോൾ മുഗൾ ഭരണാധികാരി ആരായിരുന്നു? ഷാ ആലം രണ്ടാമനായിരുന്നു. അഹമ്മദ് ഷാ അബ്ദാലി ഇന്ത്യ ആക്രമിച്ചപ്പോൾ മുഗൾ ഭരണാധികാരി ഷാ ആലം രണ്ടാമൻ. ദുറാനി സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകൻ ആരായിരുന്നു? അഹമ്മദ് ഷാ അബ്ദാലി ആയിരുന്നു. ദുറാനി സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായിരുന്നു അഹമ്മദ് ഷാ അബ്ദാലി. മഹാബലിപുരം പട്ടണം നിർമ്മിച്ചതാരാണ്? നരസിംഹവർമ്മൻ ഒന്നാമനാണ് മഹാബലിപുരം പട്ടണം നിർമ്മിച്ചത്. നരസിംഹവർമ്മൻ ഒന്നാമൻ. അപ്പോൾ മഹാബലിപുരത്തിൻ്റെ മറ്റൊരു പേരാണ് മാമല്ലപുരം. അപ്പോൾ എന്തുകൊണ്ടാണ് ആ പേര് മാമല്ലൻ അല്ലെങ്കിൽ മഹാമല്ലൻ എന്നറിയപ്പെടുന്നത്? ആരാണ്? നരസിംഹവർമ്മൻ ഒന്നാമനാണ് മാമല്ലൻ അഥവാ മഹാമല്ലൻ എന്നറിയപ്പെടുന്നത്. നരസിംഹവർമ്മൻ ഒന്നാമനാണ്. അപ്പോൾ അതുകൊണ്ടാണ് മഹാബലിപുരത്തിൻ്റെ മറ്റൊരു പേര് മാമല്ലപുരം. ഇനി അതുപോലെ ചോദിക്കാം, മഹാബലിപുരം എന്ന പട്ടണം സ്ഥാപിച്ച രാജവംശം ഏതാണ്? പല്ലവ രാജവംശമാണ് മഹാബലിപുരം എന്ന പട്ടണം സ്ഥാപിച്ചത്. പല്ലവ രാജാക്കന്മാർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. മഹാഭാരതത്തിൻ്റെ പഴയ പേര് എന്താണ്? ജയസംഹിത എന്നതാണ് മഹാഭാരതത്തിൻ്റെ പഴയ പേര്. ജയസംഹിത. മഹാഭാഷ്യം രചിച്ചത് ആരാണ്? പതഞ്ജലിയാണ്. മഹാഭാഷ്യം രചിച്ചത് പതഞ്ജലി. അഹാഡ്സ് ഏത് പ്രദേശത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ്? അട്ടപ്പാടിയുടെ വികസനവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് അഹാഡ്സ്. അഹാഡ്സിൻ്റെ ഫുൾ ഫോം എന്താണ്? അട്ടപ്പാടി ഹിൽസ് ഏരിയ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി എന്നതാണ് അഹാഡ്സിൻ്റെ ഫുൾ ഫോം. അട്ടപ്പാടി ഹിൽസ് ഏരിയ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിലെ ത്രയംബകേശ്വർ ഗ്രാമത്തിൽ ഉത്ഭവിക്കുന്ന നദി ഏത്? ഗോദാവരി നദിയാണ്. മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിലെ ത്രയംബകേശ്വർ ഗ്രാമത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് ഗോദാവരി നദി. അപ്പോൾ നമുക്കറിയാം ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദിയാണ് ഗോദാവരി നദി. അതുപോലെ വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഗോദാവരി നദിയാണ്. വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദിയാണ് ഗോദാവരി നദി. അതുപോലെ ഓർത്തിരിക്കണം, 12 വർഷത്തിൽ ഒരിക്കൽ നടത്തുന്ന പുഷ്കാരം സ്നാനോത്സവം ഏത് നദിക്കരയിലാണ്? ഗോദാവരി നദിക്കരയിലാണ് 12 വർഷത്തിൽ ഒരിക്കൽ നടത്തുന്ന പുഷ്കാരം എന്ന് പറയുന്ന സ്നാനോത്സവം നടക്കുന്നത് ഗോദാവരി നദിക്കരയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. മഹാരാഷ്ട്രയിലെ പെൻസിലിൻ ഫാക്ടറി എവിടെ സ്ഥിതി ചെയ്യുന്നു? പിംബ്രിയിലാണ്. മഹാരാഷ്ട്രയിലെ പെൻസിലിൻ ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് പിംബ്രിയിൽ. അല്ലെങ്കിൽ പിംബ്രി പെൻസിലിൻ ഫാക്ടറി ഏത് സംസ്ഥാനത്താണ് എന്ന് ചോദിക്കാം. മഹാരാഷ്ട്രയിലാണ് പിംബ്രി പെൻസിലിൻ ഫാക്ടറി മഹാരാഷ്ട്രയിൽ. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആദ്യമായി നടപ്പാക്കിയത് അല്ലെങ്കിൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ഏത് ദിവസം? 2006 ഫെബ്രുവരി 2-നാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആദ്യമായിട്ട് നടപ്പിലാക്കിയത്. 2006 ഫെബ്രുവരി 2-ന് എവിടെ വെച്ചാണ് ഉദ്ഘാടനം നടന്നത്? ആന്ധ്രാപ്രദേശിലെ അനന്തപൂർ ജില്ലയിലെ ബന്ദിലപ്പള്ളി ഗ്രാമത്തിൽ വെച്ചാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നത്. ആരാണ് ഉദ്ഘാടനം നടത്തിയത്? മൻമോഹൻ സിംഗ് ആണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തിയത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക.
മഹാരാജ രഞ്ജിത് സിംഗിൻ്റെ സമാധി എവിടെ സ്ഥിതി ചെയ്യുന്നു? ലാഹോറിലാണ് മഹാരാജ രഞ്ജിത് സിംഗിൻ്റെ സമാധി സ്ഥിതി ചെയ്യുന്നത്, ലാഹോറിൽ. എന്നാൽ അതേസമയം മഹാരാജ രഞ്ജിത് സിംഗ് മ്യൂസിയം എവിടെ സ്ഥിതി ചെയ്യുന്നു? അമൃത്സറിലാണ് മഹാരാജ രഞ്ജിത് സിംഗിൻ്റെ മഹാരാജ രഞ്ജിത് സിംഗ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്, അമൃത്സറിൽ. മിഷണറീസ് ഓഫ് ചാരിറ്റി എന്ന പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ്? മദർ തെരേസയാണ്. മിഷണറീസ് ഓഫ് ചാരിറ്റി എന്ന പ്രസ്ഥാനം ആരംഭിച്ചത് മദർ തെരേസയാണ്. മദർ തെരേസയ്ക്ക് നൊബേൽ സമ്മാനം ലഭിച്ച വർഷം ഏത്? 1979 മദർ തെരേസയ്ക്ക് നൊബേൽ സമ്മാനം ലഭിച്ച വർഷമാണ് 1979. മദർ തെരേസ ജനിച്ചത് എവിടെയാണ്? സ്കോപ്ജിയിലാണ് മദർ തെരേസ ജനിച്ചത്, സ്കോപ്ജി ഈസ് ദ ക്യാപിറ്റൽ ഓഫ് നോർത്ത് മസഡോണിയ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. മഹാവീരൻ ജനിച്ച സ്ഥലം ഏത്? കുണ്ഠല ഗ്രാമത്തിലാണ് മഹാവീരൻ ജനിച്ചത്. കുണ്ഠല ഗ്രാമത്തിൽ, വൈശാലിക്കടുത്തുള്ള കുണ്ഠല ഗ്രാമത്തിലാണ് ജൈനമത സ്ഥാപകനായ മഹാവീരൻ ജനിച്ചത്. മഹാത്മാഗാന്ധിജി ദണ്ഡിയാത്ര ആരംഭിച്ച സ്ഥലം ഏത്? അഹമ്മദാബാദിൽ നിന്നാണ് മഹാത്മാഗാന്ധി ദണ്ഡിയാത്ര ആരംഭിച്ചത്, അഹമ്മദാബാദിൽ നിന്ന്. കറക്റ്റായിട്ട് പറഞ്ഞാൽ സബർമതി ആശ്രമത്തിൽ നിന്നാണ് മഹാത്മാഗാന്ധി ദണ്ഡിയാത്ര ആരംഭിച്ചത്. സബർമതി ആശ്രമം അഹമ്മദാബാദിലാണ്. ദണ്ഡിയാത്ര ആരംഭിച്ച ദിവസം ഏത്? 1930 മാർച്ച് 12 ദണ്ഡിയാത്ര ആരംഭിച്ചത്. 1930 മാർച്ച് 12. ഈ ദണ്ഡിയാത്ര ആരംഭിച്ചപ്പോൾ ഗാന്ധിജിയെ അനുഗമിച്ച അനുയായികൾ എത്ര പേരായിരുന്നു? 78 പേരാണ്. ദണ്ഡിയാത്ര ആരംഭിച്ചപ്പോൾ ഗാന്ധിജിയെ അനുഗമിച്ച അനുയായികൾ 78 പേർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. മഹാത്മാഗാന്ധിയുടെ ആത്മകഥ ഏത് പ്രസിദ്ധീകരണത്തിലാണ് ആദ്യം അച്ചടിച്ചത്? നവജീവൻ എന്ന പത്രത്തിലാണ് മഹാത്മാഗാന്ധിയുടെ ആത്മകഥ ആദ്യം പ്രസിദ്ധീകരിച്ചത്, നവജീവൻ പത്രത്തിൽ. മാർപ്പാപ്പ ഏത് പട്ടണത്തിലെ ബിഷപ്പ് കൂടിയാണ്? റോം പട്ടണത്തിൻ്റെ ബിഷപ്പ് കൂടിയാണ് മാർപ്പാപ്പ. മുദ്ര രാക്ഷസത്തിൽ പരാമർശിക്കപ്പെടുന്ന രാജവംശം ഏതാണ്? നന്ദവംശമാണ്. മുദ്ര രാക്ഷസത്തിൽ പരാമർശിക്കപ്പെടുന്ന രാജവംശമാണ് നന്ദവംശം. മുദ്ര രാക്ഷസം എഴുതിയതാര്? വിശാഖദത്തനാണ്. മുദ്ര രാക്ഷസം എഴുതിയത് വിശാഖദത്തൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. മുൻഷി പ്രേംചന്ദിൻ്റെ യഥാർത്ഥ നാമം എന്താണ്? ധൻപത് റായ് എന്നതാണ്. മുൻഷി പ്രേംചന്ദിൻ്റെ യഥാർത്ഥ നാമമാണ് ധൻപത് റായ്, അല്ലെങ്കിൽ ധൻപത് റായിയുടെ തൂലികാ നാമമാണ് മുൻഷി പ്രേംചന്ദ്. 34. മുൻപേ പറക്കുന്ന പക്ഷികൾ രചിച്ചതാര്? സി രാധാകൃഷ്ണനാണ്. മുൻപേ പറക്കുന്ന പക്ഷികൾ രചിച്ചത് സി രാധാകൃഷ്ണൻ. മുസ്ലിങ്ങളുടെ എണ്ണത്തിൽ ലോകത്ത് ഇന്ത്യയുടെ സ്ഥാനം എത്ര? 3-ാമതാണ്. മുസ്ലിങ്ങളുടെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 3-ാമത്. അപ്പോൾ നമുക്കറിയാം ലോകത്ത് മുസ്ലിം ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള ഏത് രാജ്യത്തിലാണ്? ഇന്തോനേഷ്യയിലാണ് ലോകത്ത് മുസ്ലിം ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ളത്, ഇന്തോനേഷ്യയിൽ. അത് കഴിഞ്ഞാൽ പാകിസ്ഥാൻ, 3-ാമത് ഇന്ത്യ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. മുസ്ലിം ലീഗ് സ്ഥാപിതമായ വർഷം 1906 മുസ്ലിം ലീഗ് സ്ഥാപിതമായത്. എവിടെ വെച്ച്? ബംഗ്ലാദേശിൻ്റെ തലസ്ഥാനമായിരുന്ന ധാക്കയിൽ വെച്ചാണ് മുസ്ലിം ലീഗ് സ്ഥാപിതമായത്. മുസ്ലിം ലീഗിൻ്റെ ആദ്യ പ്രസിഡന്റ് ആരാണ്? ആഗാഖാനാണ്. മുസ്ലിം ലീഗിൻ്റെ ആദ്യ പ്രസിഡൻ്റായിരുന്നു ആഗാഖാൻ. മുസ്ലിം പള്ളികളുടെ നഗരം എന്നറിയപ്പെടുന്ന നഗരം ഏതാണ്? ധാക്കയാണ്. മുസ്ലിം പള്ളികളുടെ നഗരം എന്നറിയപ്പെടുന്ന നഗരമാണ് ധാക്ക, ബംഗ്ലാദേശിൻ്റെ ക്യാപിറ്റൽ. മുസ്ലിം ലീഗിൻ്റെ ശാഖ കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ച വർഷം എന്ന്? 1917 മുസ്ലിം ലീഗിൻ്റെ ശാഖ കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ച വർഷമാണ് 1917 മലബാറിൽ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. മുഖത്തെ അസ്ഥികൾ എത്ര എണ്ണമുണ്ട്? 14 അസ്ഥികളാണ് മുഖത്തുള്ളത്, 14 അസ്ഥികൾ. മുണ്ടിനീര് എന്ന രോഗം ബാധിക്കുന്ന ശരീരഭാഗം ഏതാണ്? പരോട്ടിഡ് ഗ്രന്ഥികളെയാണ് മുണ്ടിനീര് എന്ന രോഗം ബാധിക്കുന്നത്. പരോട്ടിഡ് ഗ്രന്ഥികളെ അല്ലെങ്കിൽ ഉമിനീർ ഗ്രന്ഥികളെയാണ് മുണ്ടിനീര് എന്ന രോഗം ബാധിക്കുന്നത്. മുംബൈയിലെ പ്രിൻസ് ഓഫ് വെയിൽസ് മ്യൂസിയം രൂപകൽപ്പന ചെയ്തത് ആരാണ്? ജോർജ് വിറ്ററ്റ് ആണ്. മുംബൈയിലെ പ്രിൻസ് ഓഫ് വെയിൽസ് മ്യൂസിയം രൂപകൽപ്പന ചെയ്തത് ജോർജ് വിറ്ററ്റ്. അപ്പോൾ ഈ ജോർജ് വിറ്ററ്റിനെ നമുക്ക് ഇതിനു മുമ്പ് അറിയാം. നമുക്കറിയാം ഗേറ്റ് വേ ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മുംബൈയിലാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ ഇന്ത്യ ഗേറ്റ് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. അപ്പോൾ ഈ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ, മുംബൈയിലെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ രൂപകൽപ്പന ചെയ്തത് ആര് തന്നെയാണ്? ജോർജ് വിറ്ററ്റ് തന്നെയാണ്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ മുംബൈ രൂപകൽപ്പന ചെയ്തത് ജോർജ് വിറ്ററ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. മുതിർന്ന മനുഷ്യൻ്റെ മസ്തിഷ്കത്തിൻ്റെ ശരാശരി ഭാരം എത്രയാണ്?
1300 മുതൽ 1400 ഗ്രാം വരെയാണ്. മുതിർന്ന മനുഷ്യൻ്റെ മസ്തിഷ്കത്തിൻ്റെ ശരാശരി ഭാരമാണ് 1300 മുതൽ 1400 ഗ്രാം വരെ. 3 വശവും അയൽ രാജ്യത്താൽ ചുറ്റപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ത്രിപുരയാണ്. 3 വശവും അയൽ രാജ്യത്താൽ ചുറ്റപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനമാണ് ത്രിപുര. അപ്പോൾ ഈ 3 വശവും ത്രിപുരയെ ചുറ്റിയിരിക്കുന്ന അയൽ രാജ്യം ഏതാണ്? ബംഗ്ലാദേശിനാലാണ് ത്രിപുരയുടെ 3 വശവും ചുറ്റപ്പെട്ടിരിക്കുന്നത്. 3 ഭരണഘടകങ്ങളുടെ ആസ്ഥാനമായ ഏക ഇന്ത്യൻ നഗരം ഏത്? ചണ്ഡീഗഡാണ്. 3 ഭരണഘടകങ്ങളുടെ ആസ്ഥാനമായ ഏക ഇന്ത്യൻ നഗരമാണ് ചണ്ഡീഗഡ്. അപ്പോൾ നമുക്കറിയാം പഞ്ചാബിൻ്റെയും ഹരിയാനയുടെയും തലസ്ഥാനമാണ് ചണ്ഡീഗഡ്. അതുപോലെ ചണ്ഡീഗഡ് ഒരു യൂണിയൻ ടെറിട്ടറി, കേന്ദ്രഭരണ പ്രദേശം കൂടിയാണ്. അപ്പോൾ ചണ്ഡീഗഡിൻ്റെ തലസ്ഥാനവും ചണ്ഡീഗഡ് തന്നെയാണ്. അപ്പോൾ പഞ്ചാബ്, ഹരിയാന, ചണ്ഡീഗഡ് എന്നീ 3 ഭരണഘടകങ്ങളുടെ ആസ്ഥാനമാണ് ചണ്ഡീഗഡ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. മൂർഖൻ വിഷം മനുഷ്യ ശരീരത്തിൻ്റെ ഏതു ഭാഗത്തെയാണ് ബാധിക്കുന്നത്? നാഡീവ്യൂഹത്തെയാണ് മൂർഖൻ വിഷം ബാധിക്കുന്നത്. നാഡീവ്യൂഹത്തെയാണ്. മൂരിയാട് തടാകം ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? തൃശ്ശൂർ ജില്ലയിലാണ് മൂരിയാട് തടാകം സ്ഥിതി ചെയ്യുന്നത്. തൃശ്ശൂർ ജില്ലയിൽ. മൂലൂർ സ്മാരകം എവിടെ സ്ഥിതി ചെയ്യുന്നു? ഇലവുംതിട്ടയിലാണ് മൂലൂർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. ഇലവുംതിട്ട, പത്തനംതിട്ട ജില്ലയിൽ. സരസകവിയായ മൂലൂർ എസ് പത്മനാഭപ്പണിക്കരുടെ ജന്മഗൃഹമാണ് മൂലൂർ സ്മാരകമായിട്ട് ഗവൺമെൻറ് വെച്ചിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. മൂഷക വംശത്തിൽ പരാമർശിക്കപ്പെടുന്ന കേരളത്തിലെ പ്രദേശം ഏതാണ്? കോലത്തുനാടാണ്. മൂഷക വംശത്തിൽ പരാമർശിക്കപ്പെടുന്ന കേരളത്തിലെ പ്രദേശമാണ് കോലത്തുനാട്. അപ്പോൾ കേരളത്തിലെ വടക്കേ മലബാർ പ്രദേശമാണ് കോലത്തുനാട് എന്ന് അറിയപ്പെടുന്നത്. മണ്ണെണ്ണയിൽ സൂക്ഷിച്ചു വയ്ക്കുന്ന ലോഹങ്ങൾ ഏതൊക്കെയാണ്? സോഡിയവും പൊട്ടാസ്യവുമാണ്. മണ്ണെണ്ണയിൽ സൂക്ഷിച്ചു വയ്ക്കുന്ന ലോഹങ്ങളാണ് സോഡിയവും പൊട്ടാസ്യവും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. അടിമവംശത്തിൻ്റെ മറ്റൊരു പേരെന്ത്? ഇൽബാരി വംശം എന്നതാണ് അടിമവംശത്തിൻ്റെ മറ്റൊരു പേരാണ് ഇൽബാരി വംശം. അപ്പോൾ ഇൽബാരി വംശം, യാമിനി വംശം, മാമലൂക്ക് വംശം എന്നൊക്കെ അറിയപ്പെടുന്നത് ഏത് തന്നെയാണ്? അടിമ വംശം തന്നെയാണ്. ഇൽബാരി വംശം, യാമിനി വംശം, മാമലൂക്ക് വംശം എന്നൊക്കെ അറിയപ്പെടുന്നത് അടിമ വംശം തന്നെ. ഇന്ത്യയിലെ ആദ്യ മുസ്ലിം രാജവംശമാണ് അടിമ വംശം. ഓക്കെ ഫ്രണ്ട്സ്.